നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. വോട്ടർ പട്ടിക വിവാദം ആളിക്കത്തുന്നു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. BJP CPM പ്രവർത്തകർ പോർവിളി നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിനിടെ MPയുടെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ അന്വേഷണം. സുരേഷ് ഗോപിക്കെതിരെ TN പ്രതാപൻ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ACPക്ക് അന്വേഷണ ചുമതല. നിയമോപദേശം തേടി പോലീസ്. വോട്ടെടുപ്പ് പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള വിവാദം പുകയുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് കൊള്ളയിൽ സുരേഷ് ഗോപി മൌനം വെടിയണമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും തൃശൂരിലും കൊല്ലത്തും ഇരട്ട വോട്ടെന്ന് ആക്ഷേപം. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം നടന്നു. 3 വർഷം തുടർച്ചയായ സംസ്ഥാന കലോത്സവത്തിൽ വിധികർത്താക്കളായവരെ മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് മന്ത്രി. ഗവർണർക്കെതിരെ വീണ്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സ്വാതന്ത്ര്യദിന തലേന്ന് വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള ഗവർണറുടെ ഉത്തരവ് അപലപനീയമാണെന്ന് മന്ത്രി R. ബിന്ദു. ഗവർണറുടെ ഉത്തരവുകൾ വിഭാഗീയത വളർത്തുമെന്നും മന്ത്രി. തൃശൂർ കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സ് അരിസ്റ്റോ റോഡ് ഉദ്ഘാടനം വിവാദം. ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ശിലാഫലകം തകർത്തു. ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി R. ബിന്ദു. വാർത്തകൾ വിശദമായി. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിനിടെ MP ഓഫീസിന് മുന്നിലെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ചാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് CPM ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് പോലീസും BJP പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ഇതിനിടെ CPM പ്രവർത്തകർ പ്രകടനവുമായി എത്തിയതോടെ സംഘർഷം മൂർച്ഛിച്ചു. ഇരു പ്രവർത്തകരും ചേരിതിരിഞ്ഞ് പരസ്പരം പോർവിളിക്കുകയും കല്ലെറിയുകയും ചെയ്തു. കൂടുതൽ പോലീസ് എത്തിയാണ് പ്രവർത്തകരെ മാറ്റിയത്. മാർച്ച് BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു. BJP മാർച്ചിന് സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരതയൂർ എന്നിവർ നേതൃത്വം നൽകി. CPM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപി MPയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. ചേറൂരിലുള്ള MPയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞു. ഇതിനിടയിൽ പ്രവർത്തകരിൽ ഒരാൾ പോലീസിനെ കബളിപ്പിച്ച് മതിൽ കയറി ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ച് ചെരുപ്പുമാല ചാർത്താൻ ശ്രമിച്ചു. പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് ജീപ്പിൽ കയറ്റിയെങ്കിലും പാർട്ടി നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകനെ മോചിപ്പിച്ചു. തീർച്ചയായിട്ടും ചേട്ടാ. സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല മോഷ്ടിച്ചതാണെന്നും MP സ്ഥാനം രാജിവെക്കണമെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു.
CPM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപിയുടെ ചേറൂരിലുള്ള ക്യാമ്പ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചേറൂർ പള്ളിമൂലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട അധ്യക്ഷത വഹിച്ചു. കെ രവീന്ദ്രൻ, PK ഷാജൻ, ഗ്രീഷ്മ അജയ് ഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് എന്നാവശ്യമാണ്. അവർക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത് എത്തിച്ചതാണ് എന്നാണ് ആ കാര്യം. ഒട്ടുകള്ളനായ ഒരാളാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ആയി നടക്കുന്നത് എന്നുള്ളത് ഈ സാംസ്കാരിക നഗരിക്ക് അപമാനകരമായ കാര്യമാണ്. ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നിരവധി ആളുകൾ പ്രതികരിക്കുന്നത്, ആ മാധ്യമ വാർത്തകൾ കാണുന്ന ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന കാര്യം, മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾ MP സ്ഥാനം രാജിവെക്കണം എന്നാവശ്യമാണ്. കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപിക്കെതിരായ കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ അന്വേഷണം നടത്താൻ തീരുമാനം. കോൺഗ്രസ് നേതാക്കളുടെ പരാതി ഫയലിൽ സ്വീകരിച്ചതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ACPക്ക് അന്വേഷണ ചുമതല നൽകി. വിഷയത്തിൽ നിയമോപദേശം തേടുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. സുരേഷ് ഗോപിക്കെതിരെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം TN പ്രതാപനാണ് പരാതി നൽകിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റിച്ചേർത്തത് നിയമവിരുദ്ധമായും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ചാണ് പ്രതാപൻ പോലീസിൽ പരാതി നൽകിയത്. തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന നൽകി നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതെന്ന് പരാതിയിൽ പറയുന്നു. 6 മാസമായി ഈ വീട്ടിൽ താമസിക്കുമെന്നുള്ളതാണ് സത്യവാങ്മൂലം. ആ 6 മാസം ഇവിടെ താമസിച്ചിട്ടില്ല. 6 മാസത്തിന് ശേഷമുള്ളതാണ് വോട്ടർ പട്ടിക പേര് ചേർക്കുന്നത്. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. അത് ഉൾപ്പെടെ 14 പേര് കുടുംബാംഗങ്ങളുടെ പേര്, 11 കുടുംബാംഗങ്ങളുടെ പേര്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലമായിരുന്നു. വോട്ടെടുപ്പ് പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള വിവാദം പുകയുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്ത നിരവധി പേർക്ക് ഇരട്ട വോട്ടുള്ളതായാണ് ആരോപണം. RSS നേതാവ് KR ഷാജിക്ക് തൃശൂർ ഉദയാനഗറിലും ആലത്തൂർ മണ്ഡലത്തിലെ ചേലക്കരയിലും വോട്ടുള്ളതായി ആരോപണമുയർന്നു. എന്നാൽ താൻ ആലത്തൂർ മണ്ഡലത്തിൽ മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് ഷാജി പ്രതികരിച്ചു. അതിനിടെ തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നതിന് കൂടുതൽ തെളിവുകളും പുറത്തുവന്നു. പൂങ്കുന്നത്ത് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 79 പേരെ ക്രമരഹിതമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് കോർപ്പറേഷൻ മുൻ കൌൺസിലർ വത്സല ബാബുരാജ് ആരോപണം ഉന്നയിച്ചത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൊള്ളയിൽ സുരേഷ് ഗോപി മൌനം വെടിയണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി B. ശിവൻകുട്ടി. രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം. തൃശൂരിൽ 30,000 മുതൽ 60,000 വരെ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കാനാണ് സാധ്യത. സുരേഷ് ഗോപിയുടെ മൌനം ദുരൂഹമാണ്. മാന്യതയുണ്ടെങ്കിൽ സുരേഷ് ഗോപി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണം. ഇത്രയും മറിമായം വേറെ എവിടെയും കണ്ടിട്ടില്ല. ഡ്രൈവറുടെ പേരും വോട്ടർ പട്ടികയിൽ ചേർത്തു. വ്യാപകമായി ഇത്തരത്തിൽ വ്യാജ വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തും സുരേഷ് ഗോപി മോഡൽ സംഭവിച്ചതായി മന്ത്രി പറഞ്ഞു. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് ഇരട്ട വോട്ടെന്ന് ആരോപണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ഗോപിയും കുടുംബവും തൃശൂരിലാണ് വോട്ട് ചെയ്തത്. ഇദ്ദേഹത്തിന് കൊല്ലം ഇരവിപുരത്തും വോട്ടുണ്ടെന്നാണ് ആരോപണം. കൊല്ലം സ്വദേശികളായ ഗോപിനാഥൻ പിള്ള, ജ്ഞാനലക്ഷ്മിയമ്മ ദമ്പതികളുടെ 4 മക്കളിൽ മൂത്ത മകനാണ് സുരേഷ് ഗോപി. സുഭാഷ് ഗോപിയെ കൂടാതെ സനിൽ ഗോപി, സുനിൽ ഗോപി എന്നീ ഇരട്ട സഹോദരങ്ങൾ കൂടിയുണ്ട്. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക അട്ടിമറി വെളിപ്പെടുത്തലിന്റെ മറവിൽ BJP വിജയത്തിന് ഉത്തരവാദികളായ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് രക്ഷപ്പെടാനാകില്ലെന്ന് മുൻ DCC ജനറൽ സെക്രട്ടറി P. യതീന്ദ്രദാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് വടകരയിലെ ഉറച്ച സീറ്റ് ഉപേക്ഷിച്ച് K. മുരളീധരൻ തൃശൂരിലേക്ക് മത്സരിക്കാൻ വന്നത്. മുരളീധരൻ പരസ്യമായി തന്നെ കോൺഗ്രസ് നേതാക്കൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞ് പലരുടെയും പേരുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. KPCC അന്വേഷണ കമ്മീഷൻ കോൺഗ്രസ് നേതാക്കളുടെ വീഴ്ച ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടും നൽകിയിട്ടും DCC പ്രസിഡന്റായിരുന്ന ജോസ് വള്ളൂരിനെ രാജിവെപ്പിച്ചത് ഒഴിവാക്കിയാൽ മറ്റെന്ത് നടപടിയാണ് നേതൃത്വം സ്വീകരിച്ചതെന്നും യതീന്ദ്രദാസ് ചോദിച്ചു.
കോൺഗ്രസ് പരാജയത്തിലും BJP വിജയത്തിലും പ്രധാന ഉത്തരവാദിയായ അന്നത്തെ MP-ക്കെതിരെ നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല, ജില്ലയിലെ കോൺഗ്രസിനെ മൊത്തം അദൃശ്യമായി നയിക്കുന്ന ചുമതല നൽകിയിരിക്കുകയാണെന്നും യതീന്ദ്രദാസ് പറഞ്ഞു. കൈരളിയിൽ വാർത്ത കണ്ടു, ഞാൻ അങ്ങനെ പ്രസ്താവന ഇറക്കിയെന്ന്. എന്നെ പുറത്താക്കിയിട്ട് പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത കാണുകയും ചെയ്തു. ഞാനിപ്പോഴും ആ പറഞ്ഞ കാര്യങ്ങളിൽ ആണ് കുറേ കൂടി ചെയ്തിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ വാർത്തയിൽ നടന്നിരിക്കുന്നത് തൃശ്ശൂർ BJP കള്ളവോട്ട് ചേർത്തുകൊണ്ടാണ് കെ മുരളീധരൻ പരാജയപ്പെട്ടെന്നുള്ളതാണ്. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആഡിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആഡി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആഡി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പൂപ്പൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകൾ തുടരുന്നു. 2026 ജനുവരി 7 മുതൽ 11 വരെ തൃശൂരിൽ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം നടന്നു. ഈ വർഷം മുതൽ 3 വർഷം തുടർച്ചയായി സംസ്ഥാന കലോത്സവത്തിൽ വിധികർത്താക്കളായിരുന്നവരെ മാറ്റുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നാടൻ പാട്ട്, സൂമ്പ, ചെണ്ടമേളം, ബാൻഡ് വാദ്യം, സ്വാഗതഗാനം തുടങ്ങി ഒരു കലോത്സവ പ്രതീതി ഉണർത്തിയാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നത്. ഹൃദയം കൊണ്ടേ ഞങ്ങളിപ്പു വിപുലമായ രീതിയിൽ തന്നെ ഇത്തവണ കലോത്സവം നടത്തുമെന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈ വർഷം ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. 3 വർഷം തുടർച്ചയായി വിധികർത്താവായി വന്നവരെ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർണ്ണക്കപ്പ് ഇപ്പോൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണ് തൃശ്ശൂർ ജില്ലക്കാരുടെ. മന്ത്രി രാജൻ പറയുന്നത് കേട്ടു, തൃശ്ശൂർ ജില്ലക്കാർ വിട്ടുകൊടുക്കില്ലെന്ന്. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ലയിൽ കിട്ടിക്കോട്ടെ, എന്തായിരുന്നാലും. കാസർഗോഡ് നിന്നും കണ്ണൂർ, പിന്നെ തിരുവനന്തപുരത്ത് നിന്നും വിദ്യാർത്ഥിനിയുടെ പങ്കാളിത്തത്തോടുകൂടി, അധ്യാപകരുടെ പങ്കാളിത്തത്തോടുകൂടി ഘോഷയാത്രയായാണ് സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ജില്ലയിൽ എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. തൃശ്ശൂർ ജില്ലയിലെ പരമാവധി സ്കൂളുകളിൽ സ്വർണ്ണക്കപ്പുമായ ഒരു യാത്രയും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങളിവിടെ സൂചിപ്പിക്കുക. കലോത്സവത്തിൽ ഒരാളെയും മാറ്റി നിർത്തില്ലെന്നും അഭിപ്രായങ്ങൾ എല്ലാം ഉൾക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരം ഓണം, റംസാൻ, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിൽ യൂണിഫോമിന് പകരം കളർ ഡ്രസ് ഇടാനുള്ള ഉത്തരവ് ഉടൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കാശില്ലാത്തതിനാൽ പല വിദ്യാർത്ഥികളും വിനോദയാത്ര പോകാനാകാതെ കരയുന്നത് കണ്ടിട്ടുണ്ട്. ഇനി മുതൽ ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും വിനോദയാത്ര കൊണ്ടുപോയാൽ മാത്രമേ വിനോദയാത്രയ്ക്ക് അനുമതി നൽകുകയുള്ളൂ എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു, MLA-മാരായ പി ബാലചന്ദ്രൻ, AC മൊയ്തീൻ, ET ടൈസൺ, സേവ്യർ ചിറ്റിലപ്പള്ളി, NK അക്ബർ, UR പ്രദീപ്, TJ സനീഷ് കുമാർ ജോസഫ്, KK രാമചന്ദ്രൻ, മേയർ MK വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S ഷാനവാസ്,
ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജനുവരി 7 മുതൽ 11 വരെയാണ് തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം അരങ്ങേറുക. 28 വേദികളിൽ 249 ഇനങ്ങളിലായി 14,000-ഓളം കലാപ്രതിഭകൾ കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. സാംസ്കാരിക നഗരിയിലേക്ക് വിരുന്നെത്തുകയായി നാദതാള വർണ്ണങ്ങൾ വിടരുന്ന കലകളുടെ വസന്തകാലം. എന്തായാലും കൗമാര കലാപ്രതിഭകളുടെ കലാമാമാങ്കത്തിനായി നമുക്ക് കാത്തിരിക്കാം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCB ന്യൂസ്. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അപകടാവസ്ഥയിലായ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. 1ാം പാദ വാർഷിക പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് നിർബന്ധമാക്കും. പരീക്ഷാഫലം 7 ദിവസത്തിനകം പ്രസിദ്ധീകരിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ വായനയ്ക്ക് ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തും. സ്കൂളുകളിലെ ലൈബ്രറിയുടെ ചുമതല അധ്യാപകർക്ക് നൽകും. ഹയർ സെക്കൻഡറി പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കും. ആദ്യ വർഷം 79 പാഠപുസ്തകങ്ങളാണ് പരിഷ്കരിക്കുന്നത്. പാഠപുസ്തകങ്ങളുടെ ഭാരം കുറയ്ക്കും. കുട്ടികളുടെ ആവശ്യപ്രകാരം വിശേഷ ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാനുള്ള ഓർഡിനൻസ് ഇറക്കും. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാനായി കൌൺസിൽ യോഗങ്ങൾ നടത്തും. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്നും കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാനത്ത് ഒരു സർക്കാർ സ്കൂൾ പോലും അടച്ചുപൂട്ടിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നടപ്പിലാക്കിയ എഴുത്ത് പരീക്ഷയിലെ മിനിമം മാർക്ക് വ്യവസ്ഥ ഈ വർഷം 5, 6, 7, 9 ക്ലാസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ്. ഇത് 1ാം പാദ വാർഷിക പരീക്ഷ മുതൽ നിലവിൽ വരും. 5, 6, 7, 8, 9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ എഴുത്ത് പരീക്ഷയ്ക്ക് 30% മിനിമം മാർക്ക് നേടണം. പരീക്ഷാഫലം 7 ദിവസത്തിനകം പ്രസിദ്ധീകരിച്ച് കുട്ടികൾക്ക് നൽകണം. മിനിമം മാർക്ക് നേടാത്ത കുട്ടികൾക്കായി സെപ്റ്റംബർ മാസത്തിൽ 2 ആഴ്ചയ്ക്ക് പ്രത്യേക പഠന പിന്തുണാ പരിപാടികൾ സംഘടിപ്പിക്കും. സ്കൂൾ PTA-യും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഈ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കും. സംസ്ഥാന, ജില്ലാ, ഉപജില്ലാ തലങ്ങളിലെ വിദ്യാഭ്യാസ ഓഫീസർമാർ ഈ പ്രവർത്തനങ്ങൾക്ക് നിരീക്ഷിക്കും. ഗ്രേസ് മാർക്ക് നൽകും. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അനുയോജ്യമായ വായനാ പ്രവർത്തനങ്ങളും 5 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് പത്രം വായനയും തുടർ പ്രവർത്തനങ്ങളും നൽകുന്നതിനായി ആഴ്ചയിൽ ഒരു പീരീഡ് മാറ്റിവെക്കും. സ്വാതന്ത്ര്യദിന തലേന്ന് വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള ഗവർണറുടെ ഉത്തരവ് മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ലെന്നും ഇത് അപലപനീയമാണെന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇത്തരം ഉത്തരവുകൾ വിഭാഗീയത വളർത്തുന്നതിനും വർഗീയതയും മതസ്പർദ്ധയും ഉണ്ടാക്കുമെന്നും പ്രസ്താവനകൾ ഉന്നത വിദ്യാഭ്യാസത്തിന് ചേർന്നതല്ലെന്നും മന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് വിഭജന ഭീകരതാ ദിനമായിട്ട് ആചരിക്കാനുള്ള ഗവർണറുടെ ആഹ്വാനം, ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആഹ്വാനം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ സർവകലാശാലകൾ ഉന്നതമായ മാനവികതാ മൂല്യങ്ങളുടെയും മതേതര സൗഹാർദ്ദങ്ങളുടെയും ഒക്കെ ഇടമായിട്ട് തുടരുന്ന പ്രദേശങ്ങളാണ്, സ്ഥലങ്ങളാണ്. അവിടങ്ങളിലേക്കൊക്കെ വിഷലിപ്തമായ വർഗീയതയുടെയും ഭിന്നിപ്പിൻ്റെയും വിത്തുകൾ വിതയ്ക്കുന്ന തരത്തിലുള്ള ആശയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒട്ടും ഗുണകരമല്ല. സ്വാതന്ത്ര്യദിനത്തിന് തലേന്ന് വിഷം ചീറ്റുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. തൃശൂരിൽ വ്യാജ വോട്ടുകൾ ചേർത്ത് വിജയിക്കാനുള്ള ഗൂഢതന്ത്രമാണ് നടന്നത്. കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചപ്പോഴും വൈദികരെയും കന്യാസ്ത്രീകളെയും ആക്രമിച്ചപ്പോഴും ഒരക്ഷരം പോലും സുരേഷ് ഗോപി മിണ്ടിയില്ല എന്നും MP-യെ കാണാനില്ലെന്നും മന്ത്രി പറഞ്ഞു. ഏത് മോശം മാർഗം ഉപയോഗിച്ചും അധികാരത്തിലെത്തുക എന്നതാണ് സംഘപരിവാർ ശക്തികളുടെ ശ്രമമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സർവകലാശാലകളിൽ ഈ മാസം 14-ന് വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കുവാനുള്ള ചാൻസലറുടെ ഉത്തരവിനെതിരെ യുവജന പ്രതിഷേധം. ഉത്തരവിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസൽ രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുകന്യ ബൈജു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സിൽ പുനർനിർമ്മിച്ച അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു.
അതിനിടെ നേരത്തെ കോൺഗ്രസ് സംഘടിപ്പിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ശിലാഫലകം തകർത്തു. ഉദ്ഘാടനം മാറ്റിയത് അറിയാത്തതിനാലാണ് കോൺഗ്രസ് കൌൺസിലർമാർ സംഘടിപ്പിച്ച ചടങ്ങിൽ റോഡ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഡെപ്യൂട്ടി മേയർ ML റോസി. ഉദ്ഘാടന ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. പി ബാലചന്ദ്രൻ MLA, ഡെപ്യൂട്ടി മേയർ ML റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കരോളിൻ ജെറിഷ് പെരിഞ്ചേരി, വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, കൌൺസിലർമാർ, കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. 1.5 കോടി രൂപ ചെലവഴിച്ച് ടൈൽ പാകിയാണ് അരിസ്റ്റോ റോഡ് പുനർനിർമ്മിച്ചത്. അതേസമയം ഈ മാസം 6-ന് കോൺഗ്രസ് കൌൺസിലർമാർ സംഘടിപ്പിച്ച ചടങ്ങിൽ അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചിരുന്നു. അത് വിവാദമാവുകയും ചെയ്തിരുന്നു. കോർപ്പറേഷൻ നടത്തുന്ന ഉദ്ഘാടന ചടങ്ങ് മാറ്റിയത് അറിയാത്തതിനാലാണ് അന്ന് താൻ ഉദ്ഘാടനം നടത്തിയതെന്നും കൂട്ടായ ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ അങ്ങനെയൊരു വീഴ്ച ഒഴിവാക്കാമായിരുന്നുവെന്നും ML റോസി TCVയോട് പറഞ്ഞു. എനിക്ക് കൈകൊടുത്ത് ഉയർത്തിയത് പാർട്ടിയാണ്. ഒരിക്കലും ഞാൻ ധിക്കരിച്ച് പോകുന്ന പ്രശ്നമേ ഇല്ല. പക്ഷേ അന്നൊരു ചർച്ചയ്ക്ക് വിധേയമായിരുന്നെങ്കിൽ ഇന്ന് സംഘടിതമായിട്ട് ഒരു ഉദ്ഘാടനം കൊണ്ട് കഴിക്കാമായിരുന്നു. അത് നമ്മളിൽ വന്ന തെറ്റാണ്. അത് ഏതൊരു കാര്യത്തിലും ചർച്ചയിലൂടെ വരുന്ന തീരുമാനം, എന്നാലാണ് തീരുമാനം പ്രാവർത്തിയാക്കാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു പോരായ്മയാണ് നമ്മളിത് കണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് 12-ാം തീയതി വളരെ മിനിസ്റ്ററെ വിളിച്ച് 1.5 കോടി ഓൺ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു വലിയ മനോഹരമായ വർക്കാണ്. അതിന് തീർച്ചയായിട്ടും ഒരു സംയോജിതമായ ഒരു ചർച്ചയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഇന്നത്തെ പരിപാടി നടത്താമായിരുന്നു. പക്ഷെ അതിന് ഞങ്ങളതിൽ ബാധകമല്ല. ഞാൻ അറിഞ്ഞിട്ടില്ല 12-ാം തീയതി പരിപാടി ഉണ്ടെന്നുള്ള അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ വരികയില്ല. പക്ഷേ വന്നോടെ കൊണ്ട് മേയറില്ല, ഉദ്ഘാടനം കഴിച്ചു കൊടുക്കാൻ പറഞ്ഞ് ഞാൻ വെച്ചു കൊടുത്തു. അത്ര മാത്രം നടന്നു. ഈ മാസം 6-ന് കോൺഗ്രസ് കൌൺസിലർമാർ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സ്ഥാപിച്ച മാർബിൾ ഫലകം നീക്കം ചെയ്യാൻ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിന് മുൻപായി കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരോഗ്യ വിഭാഗം ജീവനക്കാർ പോലീസുമായി എത്തിയത് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ തടഞ്ഞെങ്കിലും പിന്നീട് ഫലകം തകർക്കപ്പെടുകയായിരുന്നു. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കരടി എന്ന് സ്ഥിരീകരിച്ചു. അസം സ്വദേശി നൂറുൽ ഇസ്ലാമാണ് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത്. പുലിയുടെ ആക്രമണത്തിലാണ് മരിച്ചതെന്നായിരുന്നു നിഗമനം. എന്നാൽ ശരീരത്തിലെ മുറിവുകൾ കരടി ആക്രമണം മൂലമാണെന്ന് പരിശോധനയിൽ തെളിഞ്ഞു. തുടർച്ചയായുള്ള വന്യജീവി ആക്രമണങ്ങൾ മൂലം വാൽപ്പാറ നിവാസികൾ ഭീതിയിലാണ്. പുലി ആക്രമണങ്ങളും മേഖലയിൽ പതിവാണ്. ആധുനിക സമൂഹം നേരിടുന്ന എല്ലാ വെല്ലുവിളികളും ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയുന്ന സമൂഹമായി നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ യുവജനങ്ങളുടെ ശേഷിയും അറിവും കഴിവുമെല്ലാം വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. അന്താരാഷ്ട്ര യുവജന ദിനം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. യുവജനങ്ങളുടെ സാമൂഹിക അവബോധം ശക്തിപ്പെടുത്തുക, സാമൂഹിക പ്രതിബദ്ധതയുടെയും മാനവിക മൂല്യങ്ങളുടെയും കാര്യത്തിൽ അവരെ നല്ല ദിശാബോധം നൽകി വളർത്തിയെടുക്കുക എന്നിവയെല്ലാം ഇത്തരത്തിൽ വളരെ പ്രസക്തിയുള്ള കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. NSS പോലുള്ള മാതൃകാ പ്രസ്ഥാനങ്ങൾ സാമൂഹിക പ്രസക്തിയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നതും ഏറെ സന്തോഷകരമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റി പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ K സക്കീന വിഷയാവതരണം നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാജൻ, ഡിവിഷൻ കൌൺസിലർ റെജി ജോയ്, ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ ഓഫീസർ ഡോക്ടർ അജയ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസ് സംഘടനത്തിൽ നിന്നും ആരംഭിച്ച റാലിയിൽ കോളേജ് വിദ്യാർത്ഥികൾ, ആരോഗ്യ പ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. 21-ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക
ആത്മവിശ്വാസത്തോടെ അഭിസംബോധന. കേരളത്തിലെ രണ്ടാമത്തെ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചായി തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി തൃശൂരിൽ പ്രഖ്യാപിച്ചു. ചടങ്ങിൽ സ്മാർട്ട് രജിസ്ട്രേഷൻ കാർഡ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഡയറക്ടർ സൂഫിയാൻ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് ഡയറക്ടർ PK മോഹൻദാസ്, കൌൺസിലർ റെജി ജോയ്, ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ R അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ മോഡൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചായി ഉയർത്തിയതോടെ രജിസ്ട്രേഷൻ പുതുക്കൽ, സീനിയോറിറ്റി ലിസ്റ്റിന്റെ പരിശോധന, രജിസ്ട്രേഷൻ, പ്രാഥമിക ഘട്ടം എന്നിവയൊക്കെ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം ചെയ്യാനുതകുന്ന വിധത്തിൽ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇനി മുതൽ സ്മാർട്ട് രജിസ്ട്രേഷൻ കാർഡുകളും ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നൈപുണ്യ കേന്ദ്രീകൃത വികസനം സാധ്യമാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. വിജ്ഞാന തൃശൂരിന്റെ പരിശീലന പരിപാടിയായ സ്കിൽ ഫോർജ് ശില്പശാല തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികളുടെ സോഫ്റ്റ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവ വികസിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകളിൽ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കിൽ സെന്ററുകൾ ആരംഭിച്ച് അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലനം നൽകുകയാണ് വിജ്ഞാന തൃശൂർ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KDISC മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സെന്റ് തോമസ് കോളേജ് മാനേജർ ബിഷപ്പ് മാർ ടോണി നീലങ്കാവിൽ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത് പദ്ധതി ഉൾപ്പെടുത്തി വികസന പദ്ധതികൾ നടക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് റെയിൽവേ മുൻ PSC ചെയർമാൻ PK കൃഷ്ണദാസ്. അമൃത് പദ്ധതി നിർവഹണം വിലയിരുത്തി കാത്തിരിപ്പ് കേന്ദ്രം, ശുചിമുറികൾ, പാർക്കിംഗ് എന്നിവ 3 ഇരട്ടി പദ്ധതി പ്രകാരം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് PK കൃഷ്ണദാസ് അറിയിച്ചു. പ്ലാറ്റ്ഫോം മേൽക്കൂരകളുടെ നീളം വർദ്ധിപ്പിക്കൽ, കോവിഡ് കാലത്ത് നിർത്തലാക്കിയ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കാനും വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും PK കൃഷ്ണദാസ് അറിയിച്ചു. മാരാത്തുകുന്ന്, മുള്ളൂർക്കര, പൈങ്കുളം റോഡ് തുടങ്ങിയ മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളിൽ അലംഭാവം അവസാനിപ്പിച്ച് നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിനായി കേന്ദ്രം അനുവദിച്ച 54 മേൽപ്പാലങ്ങളുമായി ബന്ധപ്പെട്ട് KRDL നടപടികൾ വൈകിപ്പിക്കുകയാണെന്നും PK കൃഷ്ണദാസ് ആരോപിച്ചു. BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയടത്ത്, ജില്ലാ സെക്രട്ടറി നിത്യസാഗർ, മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് KK, നേതാക്കളായ ബിനീഷ് KR, രാജു S, റീന സന്തോഷ് എന്നിവർ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. തൃശൂർ RT ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് സസ്പെൻഷൻ. ഉദ്യോഗസ്ഥരായ KG അനീഷ്, AP കൃഷ്ണകുമാർ എന്നിവർക്കാണ് സസ്പെൻഷൻ. ഇരുവരും ഏജന്റുമാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ ഭാഗം കണ്ടെത്താനായില്ല. ചൊവ്വാഴ്ച രാവിലെ മുതൽ പമ്പിംഗ് നിർത്തിവെച്ച് നടത്തിയ പരിശോധനയിലാണ് പൊട്ടിയ ഭാഗം കണ്ടെത്താൻ കഴിയാതിരുന്നത്. ക്ഷേത്ര നടപ്പുരയുടെ പ്രവേശന കവാടത്തിലും ഇന്നർ റിംഗ് റോഡിന് നടുവിലുമാണ് 3 മാസത്തോളമായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായിരുന്നത്. ഇത് സംബന്ധിച്ച് 2 മാസത്തോളമായി വാട്ടർ അതോറിറ്റിയിൽ പരാതിപ്പെടുന്നുണ്ടെങ്കിലും നടപടിയായില്ലെന്ന് വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ 4ഉം 5ഉം സ്ഥലത്ത് പൊട്ടിയിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഗുരുവായൂർ MLA ചോദിക്കാനുള്ളത്, ഒരു തീർത്ഥാടന നഗരിയാണ്. ഇവിടെ കൃത്യമായിട്ട് വാട്ടർ അതോറിറ്റിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. പൈപ്പ് വെള്ളം പൊട്ടിയാൽ ആ ഓൺ ദ സ്പോട്ട് നേരെയാക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇല്ല. AE ട്രാൻസ്ഫർ ആയി പോയി, AXE വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്തു പോയി. ആരോട് നമ്മൾ പറയും? പമ്പിംഗ് നിർത്തിവെച്ചതോടെ ക്ഷേത്രനടയിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി. വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം ഭക്തർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. നടപ്പുരയോട് ചേർന്ന ഭാഗത്ത് വാട്ടർ അതോറിറ്റി ജീവനക്കാർ ആഴത്തിൽ കുഴിയെടുത്താണ് പരിശോധന നടത്തിയത്. ഗുരുവായൂർ ടൗൺഷിപ്പ് ആയിരുന്ന കാലത്ത് സ്ഥാപിച്ച വലിയ മൺപൈപ്പ് മാത്രമാണ് കണ്ടെത്താനായത്. ഇത് എങ്ങോട്ട് കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പാണെന്ന് തിരിച്ചറിയാനായില്ല. ക്ഷേത്രത്തിലേക്കോ ദേവസ്വത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്കോ കുടിവെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പാണെന്നാണ് നിഗമനം. ഇത് കണ്ടെത്താനായി ദേവസ്വത്തിൽ നിന്ന് വിരമിച്ച ജീവനക്കാരെ കൊണ്ടുവന്ന് പരിശോധിച്ചെങ്കിലും കൃത്യമായ തീരുമാനത്തിലെത്താൻ സാധിച്ചില്ല.
നടപ്പുരയിൽ കുഴിയെടുത്താലേ കൃത്യമായി കണ്ടെത്താൻ കഴിയൂ എന്നാണ് വാട്ടർ അതോറിറ്റി പറയുന്നത്. ഇതിന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ അനുമതി വേണം. ക്ഷേത്രത്തിലേക്ക് നൂറുകണക്കിന് ഭക്തരെത്തിച്ചേരുന്ന പ്രധാന വഴിയാണ് പടിഞ്ഞാറെ നടപ്പുര. ഇവിടെ വെട്ടിപ്പൊളിച്ചാൽ ഇതിലൂടെ ഭക്തർക്ക് ക്ഷേത്രത്തിൽ പോകാനാകില്ല. പണികൾ എത്ര ദിവസം നീളുമെന്നത് സംബന്ധിച്ച വ്യക്തതയില്ലാത്തതിനാലാണ് ദേവസ്വം അനുമതി നൽകാൻ മടിക്കുന്നത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ബുധനാഴ്ച അഡ്മിനിസ്ട്രേറ്ററുമായി ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ചോർച്ച പരിഹരിക്കുന്നതുവരെ പമ്പിംഗ് പുനരാരംഭിക്കില്ലെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ചെറുതുരുത്തി പാനാളിൽ ഓട്ടോ ഡ്രൈവറെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പീഡനക്കേസിലെ പ്രതിയായ പാനാൾ സ്വദേശി ബാലകൃഷ്ണനെയാണ് ചെറുതുരുത്തി SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പൈങ്കുളം എഴുത്തച്ഛൻ പടിക്ക് സമീപമായിരുന്നു സംഭവം. പൈങ്കുളം സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ മനക്കത്തൊടി വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത്. വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ അടുത്ത വീട്ടിൽ അഭയം തേടുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയായ ബാലകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കര ക്യാമ്പസിൽ പ്രധാനമന്ത്രി സൂക്ഷ്മ ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച കോമൺ ഇൻക്യുബേഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. വ്യവസായ മന്ത്രി P. രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ അധ്യക്ഷത വഹിച്ചു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അശോകൻ, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഡോക്ടർ K. P. സുധീർ, വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ P. വിഷ്ണുരാജ്, സർവകലാശാല ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ K. N. അനിത് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നലെ കൊച്ചിയിൽ വ്യവസായ വകുപ്പ് മുൻകൈയെടുത്ത് കയറ്റുമതിക്കാരുടെ നിയോഗം തരികയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ചില രാജ്യങ്ങളിൽ രാവിലെ ഒരു താരിഫ്. വടക്കാഞ്ചേരി കുറാഞ്ചേരിയിൽ റെയിൽവേ ടെക്നീഷ്യൻ ഡ്യൂട്ടിക്കിടെ ട്രെയിൻ തട്ടി മരിച്ചു. പട്ടാമ്പി പെരുമുടിയൂർ സ്വദേശി 40 വയസ്സുള്ള അരുണാണ് മരിച്ചത്. റെയിൽവേയിൽ TRD ഡിപ്പാർട്ട്മെന്റ് ടെക്നീഷ്യനാണ് അരുൺ. പാമ്പുകടിയേറ്റ് 3 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്കെതിരെ നടപടി വേണമെന്ന മാതാപിതാക്കളുടെ പരാതിയിൽ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. ചികിത്സയിൽ കുറ്റകരമായ അനാസ്ഥ കാണിച്ച കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജൻ BS ശ്രീരേഖയെ സസ്പെൻഡ് ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കുട്ടിയുടെ പിതാവ് കാച്ചപ്പള്ളി ബിനോയും അമ്മ ലയയും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2021 മാർച്ച് 24-നാണ് ആലമറ്റ സ്വദേശി കാച്ചപ്പള്ളി ബിനോയുടെയും ലയയുടെയും മകൾ ആവ്രിൻ പാമ്പുകടിയേറ്റ് മരിച്ചത്. കുട്ടിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആന്റിവനം ഉണ്ടായിട്ടും കൊടുത്തില്ലെന്നും സമയനഷ്ടമുണ്ടാക്കിയെന്നും ഇക്കാര്യത്തിൽ ഡോക്ടർ BS ശ്രീരേഖയ്ക്കെതിരെ കർശന നടപടി വേണമെന്നും ഡെപ്യൂട്ടി DMO ഡോക്ടർ NA ശ്രീജയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ശുപാർശ ചെയ്തിരുന്നു. ആനകൾക്കുള്ള ചികിത്സാ കേന്ദ്രം എരുമപ്പെട്ടിയിൽ യാഥാർത്ഥ്യമാകുന്നു. എരുമപ്പെട്ടി ചിറ്റണ്ടയിലാണ് ഗജ നാച്ചുറൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നത്. കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിന് കീഴിലാണ് ആനകൾക്കായി ചികിത്സാ കേന്ദ്രമൊരുക്കുന്നത്. നേരത്തെ ആരംഭിച്ച പദ്ധതി ഏറെ നാളായി നിലച്ചിരിക്കുകയായിരുന്നു. ആനകൾക്കുള്ള സംരക്ഷണ കേന്ദ്രം എന്നതിനൊപ്പം ടൂറിസം പദ്ധതികൾക്കും തുടക്കമിടുമെന്ന് ട്രസ്റ്റ് ചെയർമാൻ KP മനോജ് കുമാർ, സെക്രട്ടറി P. ശശികുമാർ എന്നിവർ പറഞ്ഞു. ചിറ്റണ്ടയിൽ വനഭൂമിയോട് ചേർന്ന 32 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി. TCV ന്യൂസ്, തൃശൂർ. ജലത്തിൽ വിസ്മയം തീർക്കുകയാണ് 4.5 വയസ്സുകാരി അരുവി. വെള്ളത്തിലുള്ള ഈ കുരുന്നിന്റെ പ്രകടനം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. കടങ്ങോട് തെക്കുമുറി നെടിയടത്ത് അനീഷ് നിമ ദമ്പതികളുടെ മകളായ അരുവി നീന്തലിൽ അതിവിദഗ്ധയാണ്. 3.5 വയസ്സുള്ളപ്പോഴാണ് അരുവി നീന്തൽ പഠിച്ചത്. ഫുട്ബോൾ കോച്ചായ പിതാവ് അനീഷാണ് അരുവിയെ നീന്തൽ പരിശീലിപ്പിച്ചത്. കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ അധികരിച്ചു വരുന്ന കാലഘട്ടത്തിൽ സ്വയരക്ഷയ്ക്കും മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്നതിനും പ്രാപ്തയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെറിയ പ്രായത്തിൽ തന്നെ നീന്തൽ പരിശീലിപ്പിച്ചതെന്ന് അനീഷ് പറഞ്ഞു. ഞങ്ങളൊരു 3.5 വയസ്സ് മുതലേ ആള് നീന്തൽ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏട്ടൻ്റെ കുട്ടികളാണ് ഇവരിനെയും ഒരു കൊല്ലത്തോളമായി ഇവര് നീന്തൽ തുടങ്ങിയിട്ട്. ഇപ്പോൾ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് വാർത്തകളായി ഇങ്ങനെ കേൾക്കുന്നു, ഈ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പഠിപ്പിച്ച് അവരെ
അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടെന്നൊക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ വേറെ ഏതെങ്കിലും കുട്ടികൾ ഇങ്ങനെ പെടുമ്പോൾ രക്ഷപ്പെടുത്താനുള്ളൊരു ഇതും കൂടിയാവും. അപ്പോൾ അങ്ങനത്തെ ഒരു കാരണമൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇവരെ ചെറുപ്പം മുതലേ നീന്തൽ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറായത്. വെള്ളത്തിൽ ദീർഘസമയം കമിഴ്ന്നും മലർന്നും പൊങ്ങിക്കിടക്കാനും അരുവിക്ക് കഴിയും. എയാൾ നിർമ്മലമാതാ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അരുവി. അനീഷിന്റെ സഹോദരൻ അജിത്തിന്റെ മകൾ 8 വയസ്സുള്ള അദ്രിക ലക്ഷ്മിയും നീന്തലിൽ വിദഗ്ധയാണ്. അദ്രികയുടെ അനുജൻ 5.5 വയസ്സുള്ള അയനും നീന്തൽ പരിശീലിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും പാർപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇവരെയും പരിശീലിപ്പിച്ചത് അനീഷാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. അമേരിക്ക ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവയ്ക്കെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. KPCCയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCCയിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് രാജറ്റ് നേതൃത്വം നൽകി. നേതാക്കളായ രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, A പ്രസാദ്, IP പോൾ, CO ജേക്കബ്, KK ബാബു, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എടമുട്ടത്ത് ഹോട്ടലിൽ നിന്ന് ഷവർമ ഓർഡർ ചെയ്തത് കിട്ടാൻ വൈകിയതിനെ തുടർന്നുള്ള വിരോധത്താൽ ഹോട്ടൽ നടത്തിപ്പുകാരനെയും ജീവനക്കാരനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പ്രതികൾ അറസ്റ്റിലായി. എടത്തിരുത്തി സ്വദേശി ചിന്നവീട്ടിൽ നൌഫൽ, ചൂലൂർ സ്വദേശി വലിയകത്ത് വീട്ടിൽ ആഷിഖ്, ചന്ദ്രാപ്പിനി സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാഹിൽ എന്നിവരെയാണ് പലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മേത്തല കോട്ടപ്പുറം സ്വദേശികളായ നടുമുറി വീട്ടിൽ രമേശ്, അറക്കപ്പറമ്പിൽ വീട്ടിൽ ഷാജി എന്നിവരെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച വൈകിട്ട് കോട്ടപ്പുറം ചന്തയ്ക്ക് സമീപമായിരുന്നു സംഭവം. സ്കൂളിൽ നിന്നും സൈക്കിളിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്രതികൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. വോട്ടർ പട്ടിക വിവാദം ആളിക്കത്തുന്നു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. BJP CPM പ്രവർത്തകർ പോർവിളി നടത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPM നടത്തിയ മാർച്ചിനിടെ MPയുടെ ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു. തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ അന്വേഷണം. സുരേഷ് ഗോപിക്കെതിരെ TN പ്രതാപൻ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ACPക്ക് അന്വേഷണ ചുമതല. നിയമോപദേശം തേടി പോലീസ്. വോട്ടെടുപ്പ് പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള വിവാദം പുകയുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകൊള്ളയിൽ സുരേഷ് ഗോപി മൌനം വെടിയണമെന്ന് മന്ത്രി B ശിവൻകുട്ടി. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും തൃശൂരിലും കൊല്ലത്തും ഇരട്ട വോട്ടെന്ന് ആക്ഷേപം. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണം നടന്നു. 3 വർഷം തുടർച്ചയായി സംസ്ഥാന കലോത്സവത്തിൽ വിധികർത്താക്കളായവരെ മാറ്റുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി B ശിവൻകുട്ടി. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് മന്ത്രി. ഗവർണർക്കെതിരെ വീണ്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സ്വാതന്ത്ര്യദിന തലേന്ന് വിഭജന ഭീതി ദിനമായി ആചരിക്കാനുള്ള ഗവർണറുടെ ഉത്തരവ് അപലപനീയമാണെന്ന് മന്ത്രി R ബിന്ദു. ഗവർണറുടെ ഉത്തരവുകൾ വിഭാഗീയത വളർത്തുമെന്നും മന്ത്രി. തൃശൂർ കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സ് അരിസ്റ്റോ റോഡ് ഉദ്ഘാടനം വിവാദം. ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത് സ്ഥാപിച്ച ശിലാഫലകം തകർത്തു. ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി R ബിന്ദു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.